കോടിമതിയിലെ ബോട്ട് ജെട്ടി ഭാഗത്ത് കായലിലെ പോള നിറഞ്ഞത് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ സാരമായി ബാധിക്കുന്നു. കൊടൂരാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോള ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. പോള നിറഞ്ഞതിനാൽ കായലിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് ബോട്ട് ജെട്ടി അധികൃതരും പറയുന്നു. ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ പോള കുരുങ്ങി തകരാറുണ്ടാകുന്നതും പതിവ് സംഭവമാണ്. പോള നിറഞ്ഞു കിടക്കുമ്പോൾ വെള്ളത്തിൽ തടിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടോ എന്ന് അറിയാനും കഴിയില്ല. യാത്രക്കിടെ ഇങ്ങനെ തടസ്സം നേരിടുമ്പോൾ ജീവനക്കാർ കായലിലിറങ്ങി തടസ്സം നീക്കി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. ദിവസവും നിരവധി തവണ പോളയും പുല്ലും ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി ബോട്ട് നിന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബോട്ട് ജെട്ടിയുടെ മുൻഭാഗത്താണ് പോള നിറഞ്ഞിരിക്കുന്നത്. അതിനാൽ ബോട്ടുകൾ തിരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കോട്ടയം മുതൽ കാഞ്ഞിരം വരെ ഭയങ്കരമായ പോള മാത്രമല്ല, നമ്മുടെ ഈ ചാക്കും അതുപോലെ പടുത വലകൾ, പഴയ വലകൾ ആൾക്കാരെ അടുത്ത് നമ്മുടെ ഈ ആറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തടികൾ, ഒഴുകി വരുന്ന തടികൾ, ഇതെല്ലാം നമ്മുടെ ബോട്ടിനെ കേടുപാടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ കേടുപാടുണ്ടായിട്ട് ഒരു 3-4 ദിവസം നമ്മുടെ ഇവിടുന്ന് ട്രിപ്പ് ഇല്ലാത്ത ഒരവസ്ഥയാണ്, ബോട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തടികൾ വന്നിട്ട് നമ്മുടെ ഈ പലകയിൽ ഇടിച്ചിട്ട്, ഇത് പല കൊണ്ടുണ്ടാക്കിയ ബോട്ടാണല്ലോ, അപ്പോൾ അതിൽ വന്നിട്ട് ശക്തമായിട്ട് ഇടിക്കുകയും അതിന് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുകയും അങ്ങനെ അതുപോലെ തന്നെ പ്രൊപ്പല്ലറെ ഇടിക്കുകയും അത് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങളിൽ നമുക്ക് ബോട്ട് ട്രിപ്പ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഗതാഗത തടസ്സമുണ്ടാക്കിയതോടെ പോള നീക്കം ചെയ്യൽ ആരംഭിച്ചിരുന്നു. ചില സമയങ്ങളിൽ 2 യന്ത്രങ്ങൾ പോള നീക്കാനുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു യന്ത്രം മാത്രമാണ് പോള നീക്കാൻ ഉണ്ടായിരുന്നതെന്നും ബോട്ട് ജെട്ടി ജീവനക്കാർ പറഞ്ഞു. വാരി മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും പോള വന്ന് നിറയുകയാണ്. വരും ദിവസങ്ങളിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതോടെ പോള ഒഴുകിപ്പോകുമെന്ന കണക്കുകൂട്ടലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.